അംഗീകാരം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് മുഖ്യം. നിശ്ചയമായും രാഷ്ട്രീയമായി ഗവർണർ പദവിയെക്കുറിച്ച് CPM-നും LDF-നും കോൺഗ്രസിനും ഒക്കെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അതിനപ്പുറത്ത് ഈ സിസ്റ്റം റൺ ചെയ്യുക എന്നുള്ളതിനായിരിക്കുമോ പ്രയോറിറ്റി? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുക. ഏത് ഗവൺമെൻറ് ആയാലും നമ്മൾ എങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ആലോചിക്കുക. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിയമപരമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോവുക. ഇവിടെയും നമ്മളത് കണ്ടു. ഈ ഒരു ഗവർണറെ എത്ര സഹിച്ചത്. അങ്ങനെ സഹിച്ച് ഇപ്പോൾ നിങ്ങൾ തന്നെ കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു, നമ്മൾ കണ്ടതാണ്. SFIക്കാരെ യൂണിവേഴ്സിറ്റിയിൽ വെല്ലുവിളിച്ചു എന്ന് മാത്രമല്ല, പുറത്തൊരു ബാനർ എഴുതി വെച്ചത് അയക്കാൻ ഇദ്ദേഹം കാറിൽ നിന്ന് അങ്ങ് ഇറങ്ങുക. ഈ സാഹചര്യമൊക്കെ ഉണ്ടാക്കുക ഇയാൾ ബോധപൂർവം. എന്നിട്ട് അവസാനം നമ്മൾ ആ സിനിമയിൽ കൊച്ചിൻ ഹനീഫയും മറ്റേ മാമുകോയൊക്കെ നടക്കുന്നത് പോലെ ഒരു സിനിമയിൽ ഒരു രംഗമുണ്ട്, ഞങ്ങളോട് കളിക്കാൻ ആരുണ്ട് എന്നൊക്കെ ചോദിച്ച് കത്തിയെടുത്തൊരു നടത്തമുണ്ടല്ലോ. അതുപോലെ ഒരു നടത്തം ഈ മുട്ടായി തെരുവിലൂടെ നടക്കുക. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മുട്ടായി തെരുവിലൂടെ അങ്ങനെ ജനങ്ങൾക്കിടയിലൂടെ നടന്നപ്പോൾ? ഈ കേരളത്തിലെ ജനങ്ങളാരും അദ്ദേഹത്തെ അങ്ങനെ ഒന്നും തടയാൻ പോകുന്നില്ല. ഒരു DYFI SFI ഒന്നുമില്ല. പക്ഷെ നമ്മുടെ പ്രതിഷേധവും പ്രക്ഷോഭവും അറിയിച്ചിട്ടേ ഉള്ളൂ. കാരണം എന്താ? സ്വാഭാവികമാണ്. ഇദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് അറിയിച്ചത്. അതിന് അദ്ദേഹം തിരിച്ചു ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. എത്ര വിരോധാഭാസമാണ്, എത്ര അപമാനിതനായിട്ടാണ് അദ്ദേഹം പെരുമാറിയത് ഈ നാട്ടിൽ. അതോടൊപ്പം ഇദ്ദേഹത്തിന് കൃത്യമായ നിർദ്ദേശം പലതും RSSന്റെ ഭാഗത്തുനിന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾക്ക് പരിശോധിക്കേണ്ടത് തന്നെയാണ്. കാരണം അത് ഉള്ളതുപോലെ തന്നെ ഇടപെട്ടത്. കാരണം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പുറത്ത് പ്രതിഷേധവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരും ഒക്കെ കണ്ടു. പക്ഷെ ഗവർണർ ഉദ്ദേശിച്ചത് നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ വിവിധ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരുടെ കസേരകളിൽ ഇപ്പോൾ ആരാണ് ഇരിക്കുന്നത്? എന്താണ് അവരുടെ പശ്ചാത്തലം? അതേക്കുറിച്ചൊരു യുവജന നേതാവ് എന്നുള്ളതിൽ താങ്കൾക്ക് നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ. പണ്ടൊക്കെ യൂണിവേഴ്സിറ്റികൾ എങ്ങനെയാണ് ഭരിച്ചിരുന്നത്, ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ എങ്ങനെയാണ് ഭരിക്കപ്പെടുന്നത്? ഗവർണർ എന്ത് തീരുമാനിച്ചോ നടത്തിയിട്ടുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് ഞങ്ങളുടെ നാട്ടിലെ കാലിക്കറ്റ് സർവകലാശാല, ആ സർവകലാശാലയിലെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തപ്പോൾ 9 പേരെ നോമിനേറ്റ് ചെയ്യുക RSSകാരെ. ബാക്കി 6 പേരാരാ? ഇവരാ UDF-ഉം. 6 ബാക്കി 7 പേരെ UDF-ഉം ആണ്. അതിൽ 3 ലീഗ് 4 കോൺഗ്രസുമാണ്. ഞാൻ അത്ഭുതപ്പെട്ടത് കൊണ്ടോട്ടിയിലെ ഒരു ലീഗുകാരനുണ്ട്, NA കരീം. അതുപോലെ നിങ്ങൾക്കറിയാം ഈ TPM സഹീർ MLA ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ TPM ആഷിർ, കോൺഗ്രസ് നേതാക്കന്മാർ. ഇവരൊക്കെ ഈ സെനറ്റിലേക്ക് വരികയാണ്. ആരാ നോമിനേറ്റ് ചെയ്യണം? ഇദ്ദേഹം നോമിനേറ്റ് ചെയ്യുക. ഈ പേരുകൾ എങ്ങനെയാണ് കിട്ടുന്നത്? ഞാനിതിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം, ഈ ഒരു സർവകലാശാലയുടെ ഈ അധികാരത്തെയൊക്കെ തകർക്കാൻ പിൻവാതിലിലൂടെ RSSനെ കയറ്റി കൊണ്ടുവരാൻ UDF-ഉം കോൺഗ്രസും ഒക്കെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഗവർണറുടെ പേരിൽ ആര് വരില്ല? ഈ NA കരീമും അതുപോലെ തന്നെ ഈ TPM സാഹിർ MLA-യുടെ മകനും ഉൾപ്പെടുന്ന UDF-കാർ വരില്ല, ലീഗും കോൺഗ്രസും വരില്ല. അവരെ കയറ്റിയിരുത്തുക. എന്നിട്ട് സർവകലാശാലയുടെ സെനറ്റിൽ നിന്ന് സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു RSSകാരൻ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ ജയിച്ചു വരിക. പിൻവാതിലിലൂടെ ഈ സർവകലാശാലകളുടെ തലപ്പത്തേക്ക് RSSകാരെ തിരികെ കയറ്റാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ച് അതിന് വേണ്ടവരെ കൂടെ കൂട്ടി ഇവര് ഓപ്പറേഷൻ നടത്തുന്നു. അതാ ഇവിടെ കണ്ടത്. അത് ശരി തന്നെയാണ്. പക്ഷേ അതിന്റെ മുമ്പിൽ നമ്മൾ നിരന്തരമായ പോരാട്ടവും അത് നടന്നല്ലോ എന്നാണ്. ഇപ്പോ ഈ പുതിയ സെനറ്റിനെ നോമിനേറ്റ് ചെയ്തപ്പോ SFI അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞു? ഈ സെനറ്റിനെ ഞങ്ങൾ അനുവദിക്കില്ല. അപ്പൊ ആദ്യത്തെ സെനറ്റ് യോഗം ചേരാൻ വേണ്ടി സെനറ്റ് ഹാളിലേക്ക് ഈ പുതിയതായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകൾ വന്നപ്പോൾ SFI തടഞ്ഞു. ഇപ്പോൾ ചാനലുകളിലൊക്കെ ലൈവായിരുന്നു. പുതുതായി സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ SFI സെനറ്റ് ഹാളിനകത്തേക്ക് കയറ്റിയില്ല. വലിയ പ്രക്ഷോഭം. അത് കഴിഞ്ഞ് എന്തൊക്കെ നടന്നു? അത് കഴിഞ്ഞ് സെനറ്റ് നടന്നു. താങ്കൾ പറഞ്ഞതുപോലെ സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. കൃത്യമായും സംഘപരിവാറിൻ്റെ പ്രതിനിധികൾ ആ സിൻഡിക്കേറ്റിനകത്തുണ്ട്. ഇപ്പോൾ എൻ്റെ സുഹൃത്തായ ഒരു സിൻഡിക്കേറ്റ് അംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിലെ സനാതന ധർമ്മപീഠം ചെയറിൽ RSSന്റെ കേസരി വാരികയുടെ പ്രചരണ ഉദ്ഘാടനം വലിയ ഡിഗ്നിറ്ററീസ് ഒക്കെ പങ്കെടുത്ത് നടക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഞങ്ങളിപ്പോൾ തടയും എന്ന് പറയുന്നതല്ലാതെ ഗവർണർ എന്തുദ്ദേശിച്ചോ അതൊക്കെ നടന്നിട്ടുണ്ട് അവിടെ. അല്ല അഭിലാഷേ, നമ്മളൊരു പ്രക്ഷോഭത്തെ കാണുമ്പോൾ, ആ സമരത്തെ മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗവർണറെ തടയും, ഗവർണറെ പുറത്തിറക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കും.
അത് ഒരു രാഷ്ട്രീയ സമരമാണ്. ഇതൊരു ഗറില്ല സമരമായി കാണണം എന്നല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ അല്ലല്ലോ, ഒരു ജനാധിപത്യ സംവിധാനമല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഞങ്ങൾ ഈ മുദ്രാവാക്യം, ശരിയായ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് RSSനെ ചെറുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ RSSന്റെ എല്ലാ പിന്തുണയും വാങ്ങിക്കൊണ്ട് UDFകാർ ഈ സെനറ്റിൽ കയറിക്കൂടി. അവരപ്പോൾ സ്വാഭാവികമായിട്ടും RSSനെ ചെറുക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്ന് അഭിപ്രായം പറയുന്നവർ. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പ്രമേയം നിയമസഭയിൽ പാസ്സാക്കുമ്പോൾ UDF ഉണ്ടായിരുന്നു, പിന്തുണച്ചിരുന്നു. അതിനെതിരെയും ഗവർണർ സംസാരിച്ചപ്പോൾ നമ്മൾ അതിനെതിരെ ഒറ്റക്കെട്ടായി പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സർവകലാശാലകളുടെ കാര്യം എത്തിയപ്പോൾ RSSകാരോടൊപ്പം നോമിനേറ്റ് ചെയ്യപ്പെടുന്നു ആര്? UDFകാർ, മുസ്ലിം ലീഗുകാർ, കോൺഗ്രസുകാർ. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ RSSന് അവസരം ഉണ്ടാക്കി കൊടുത്തു ആര്? UDF. ഇതാ സാഹചര്യം. അതിന് അവർ കൂടി സൗകര്യപ്പെടുത്തി കൊടുത്തു. ഞങ്ങൾ നിരന്തരമായി അതിനെതിരെ നിയമ പോരാട്ടവും സമരങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും കേസുകൾ നടന്നുകൊണ്ടിരിക്കുക. ഈ സാഹചര്യമുണ്ട്. അതല്ലേ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ശക്തമായ നിലപാട് ഈ വിഷയത്തിലൊക്കെ ഞങ്ങൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്.